എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സോറയെ കാണിക്കുന്നു. അവന്റെ തൊട്ടു മുൻപിലായിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരപ്പൂപ്പനെ കാണും. അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ അതിന് അപ്പാപ്പൻ പറയും, നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ കാത്തിരുന്നത്, നീ എന്റെ അടുത്തേക്ക് വാ. സോറയ്ക്ക് മനസ്സിലാവും ഇതെന്തോ ട്രാപ്പാണ്. സോറ പതിയെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ അവൻ ചാടി എഴുന്നേറ്റ് ഇപ്പൊ സോറയ്ക്ക് നേരെ നിൽക്കും. അപ്പോഴാണ് സോറയ്ക്ക് മനസ്സിലാവുക അതൊരു വയസ്സൻ അപ്പാപ്പനല്ല, മറിച്ച് ആ ഒരു വില്ലന്മാരിൽ ഒരുവനാണ്. അവൻ ഉടനെ ഇപ്പൊ ഒരു കിഴങ്ങെടുത്ത് സോറയുടെ കയ്യിലേക്ക് എറിയും. സോറ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ഇതെന്താണെന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ്, നിനക്ക് ധൈര്യമായിട്ട് കഴിക്കാം. വില്ലൻ പറയും, എനിക്കറിയാം നിനക്കിപ്പോ നല്ലതുപോലെ വിശക്കുന്നുണ്ടെന്ന്, അത് നല്ല ടേസ്റ്റ് ഉള്ള കിഴങ്ങാണ്, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞ് ഇപ്പൊ വില്ലനും ഒരു കിഴങ്ങെടുത്ത് കഴിക്കാൻ തുടങ്ങും. സോറ കുറച്ചു നേരം അത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കും. ഒരു പക്ഷേ ഇതൊരു ട്രാപ്പ് ആണെങ്കിലോ എന്ന് ചിന്തിച്ച് അവനെ കിഴങ്ങ് രണ്ടായിട്ട് ഒടിക്കുമ്പോ അതിന്റെ സ്മെല്ല് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആർത്തി മൂത്ത് ഇപ്പൊ സോറയും ആ ഒരു കിഴങ്ങ് അത് വലിച്ചു വാരി തിന്നാൻ തുടങ്ങും. വില്ലൻ വീണ്ടും ഇപ്പൊ ഒരുപാട് കിഴങ്ങുകൾ എടുത്ത് കൈ കൊടുത്ത് അത് കഴിക്കാൻ പറയും. വില്ലൻ പറയും, എനിക്കിവിടെ കല്ലറയുടെ സ്മെല്ല് കിട്ടുന്നു. അത് കേൾക്കേണ്ട താമസം സോറയ്ക്ക് മനസ്സിലാവും ഇതൊരു ട്രാപ്പാണ്, ഇവൻ വില്ലനാണെന്നും പറഞ്ഞ് സോറയാവട്ടെ കത്തിയെടുത്ത് വീശാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും വില്ലൻ വലിയൊരു പാറ സോറയ്ക്ക് നേരെ എറിഞ്ഞ് അവിടുന്ന് ഓടും. അവൻ സോറയെ പിടിച്ചു വലിച്ച്, നീ മര്യാദയ്ക്ക് പറഞ്ഞ കേക്കിലല്ലേടാന്നും പറഞ്ഞ് സോറ അടിച്ചുകൊണ്ടേയിരിക്കാണ്. സോറ വിടില്ല. അവൻ കറങ്ങി വന്ന് വില്ലനെ ചവിട്ടി തെറിപ്പിക്കുമ്പോ ദൂരത്തായിട്ട് ആ ഒരു കല്ലറ സോറ കാണും. അതേസമയം ഇവിടെ കുട്ടപ്പനെ ആ ഒരു വില്ലത്തി അടിച്ചിട്ടിരിക്കുകയാണ്. അവന്റെ ബോഡിയിലൂടെ ഇപ്പൊ എന്തോ പവറൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങനെ ഹായ് ആയിട്ട് കിടന്നിട്ട് എന്റെ ഒരു ചെറിയ അടിയിൽ തന്നെ ഇവന്റെ കാറ്റ് പോയോ, ഇവൻ ഇത്രയ്ക്ക് സ്ട്രെങ്തേ ഉള്ളോ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനെ നോക്കി അവള് പരിഹസിച്ച് ചിരിക്കും. അവള് പതിയെ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അതും കുട്ടപ്പന്റെ വെറും ഒരു ക്ലൗൺ ആണെന്ന് മനസ്സിലാവുക. കുട്ടപ്പൻ റെസ്റ്റൻ പവർ എടുത്ത് ഇപ്പൊ മുകളിൽ നിന്ന് ചാടി അവളുടെ നേർക്ക് വീഴും. പക്ഷെ അവള് വിൻഡ് സ്റ്റൈല്, എർത്ത് സ്റ്റൈല് അങ്ങനെ 5 നേച്ചറും എടുത്ത് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ് ഫൈറ്റ്. അവള് വാ തുറന്ന് ഇപ്പൊ റെസ്റ്റൻ പവർ എടുത്ത് വിൻഡ് മൂലം അത് കുട്ടപ്പന്റെ നേർക്ക് ആഞ്ഞടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ പേടിച്ചു വരച്ച് അവൻ ചുറ്റും ഓടാൻ തുടങ്ങും. അവള് വാട്ടർ സ്റ്റൈൽ ജിപ്സും എടുത്ത് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചോടിക്കാൻ നോക്കും. പക്ഷെ കുട്ടപ്പൻ അവിടുന്ന് വെട്ടിത്തിരിഞ്ഞ് മുൻപോട്ട് ഓടുമ്പോ അവള് ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് കുട്ടപ്പനെ വലിച്ചിടും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ ഈ കഥയുടെ ഹീറോ ആണ്. അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് ഓടും. ഇവിടെ സാറയാവട്ടെ മുടിയൻ വില്ലന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച് ഇപ്പൊ വീണ് കിടക്കുകയാണ്. വില്ലൻ വീണ്ടും കയ്യിൽ പവർ കൊണ്ടെന്ന് അവനെ അങ്ങനെ പിടിച്ചു വലിച്ച് അത് വെച്ച് വയറ്റി കുത്തി സോറയെ താഴെയിടും. സോറ ബോധം കെട്ട് താഴെ വീഴുമ്പോ അവന്റെ കയ്യിലെ ആ ഒരു വെപ്പൻ അത് വില്ലൻ അടിച്ചു തകർത്ത് എന്റെ പവർ അത് കാണിക്കാൻ സമയമായെന്ന് പറയും. അവന്റെ അടുത്ത കൈയിലേക്ക് നോക്കുമ്പോ അത് കെട്ടിയിട്ടായിട്ട് കാണും. സോറ പതിയെ കണ്ണു തുറക്കും. സോറ പറയും, നീ നിന്റെ പവർ കാണിക്കും മുമ്പ് ഞാൻ എന്റെ യഥാർത്ഥ പവർ അത് നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലെ കെട്ടഴിച്ച് അത് വലിച്ചെറിയും. അപ്പൊ വില്ലൻ കാണും സോറയുടെ കൈ അതൊരു മോൺസ്റ്റർ കൈയായി മാറുന്നത്. അവന്റെ മോൺസ്റ്റർ കൈയെടുത്ത് ഇപ്പൊ എന്തോ ഒരു പവർ പുറത്തെടുത്ത് വില്ലന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞടിക്കാൻ വരുമ്പോ ഇപ്പൊ വില്ലനും തിരിച്ചു മറ്റൊരു പവർ എടുക്കും. പിന്നീട് അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം കട്ട് ചെയ്താ ഇവിടെ സാക്കുറയും സായും ആവട്ടെ അവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുൻപോട്ട് ഓടുമ്പോ സായിക്കാവട്ടെ വേദന സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്നു പോകും. ഓൾറെഡി അവൻ ആ ഒരു സ്പൈഡറുമായിട്ട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ സ്പൈഡറിന്റെ പോയിസൺ അത് ബോഡി ആകെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാക്കുറ വീണ്ടും അവന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പറയും, നിനക്കിപ്പോ റെസ്റ്റ് ആവശ്യമാണ്. അതിനവൻ പറയും, കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കുട്ടപ്പനെയും സോറയും കണ്ടുപിടിക്കാം. മറ്റൊരു ഭാഗത്ത് ഏമുട്ടോ സെൻസായി ആവട്ടെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അന്വേഷിച്ച് ചുറ്റും പുറം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ ആ ഒരു വില്ലത്തിയുടെ വിൻഡ് ജിപ്സൂല് ഇപ്പൊ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വേറെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടപ്പന്റെ ക്ലൗൺസ് മുൻപോട്ട് വന്ന് ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തിൽ ഒരു ഒറ്റ വെട്ട്. പക്ഷെ എന്താ, ആ ഒരു വെട്ടില് അവളുടെ മുടി മാത്രമേ കട്ടായി താഴെ വീഴൂ. അവൾ ഉടനെ ഇപ്പൊ ഒരു മമ്മിയായി തീർന്ന് അങ്ങനെ കരിഞ്ഞില്ലാതാവും. പക്ഷെ അവള് കുട്ടപ്പന്റെ തൊട്ടു പുറകിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. നീ കത്തി കൊണ്ട് എന്റെ മുടി അറുത്ത് കളയുമല്ലേ, വർഷങ്ങളായി കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ മുടി നീട്ടിയത്, ആ മുടി വെട്ടിയ നിന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് അവളിപ്പോ കുട്ടപ്പന് നേരെ ചാടി വീഴും. അവളുടെ ഭീകര രൂപം കണ്ട് ഇപ്പൊ കുട്ടപ്പൻ അവിടുന്ന് ഓടാൻ നോക്കും. പക്ഷെ അവളിപ്പോ കുട്ടപ്പന്റെ കാല് പോലും ഒരു കല്ലാക്കി മാറ്റും. കുട്ടപ്പൻ ഒരുപാട് ശ്രമിക്കും, അവന്റെ കാല് അതിപ്പോ അനങ്ങില്ല.
അവള് പറയും, നിനക്ക് ഞാൻ ഇപ്പൊ ഒരു ചുടുമുത്തം നൽകാൻ പോവാണ്. അതിലൂടെ നിന്റെ ചക്ര പവർ ഞാൻ അബ്സോർബ് ചെയ്തെടുക്കും. നിന്റെ സോളിനെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. ഇവിടെ സോറ അവൻ കണ്ണു തുറക്കുമ്പോ അവന്റെ ചുറ്റും ഇപ്പൊ എല്ലാം നശിച്ചു കിടക്കാണ്. അവന്റെ ചെവിയില് ഇപ്പൊ ചെറിയൊരു മൂളക്കം മാത്രമേ ബാക്കിയുണ്ടാവൂ. അവൻ ടെൻഷനായിട്ട് എന്തുപറ്റി, ഇവിടെ എന്താ നടന്നേ ചോദിക്കുമ്പോ വില്ലൻ പറയും, നിന്റെ യഥാർത്ഥ പവർ അത് പുറത്തു വന്നതാണ്. പക്ഷെ ഇനിയും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നീ നിന്റെ മുഴുവൻ പവറും പുറത്തെടുക്ക്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ കൂട്. വെറുതെ നീ ആ ടെമ്പിളിൽ നിന്ന് നിന്റെ ലൈഫ് സ്പോയിൽ ആക്കരുത്. നിനക്ക് വേണ്ടതെല്ലാം തന്നെ ഞങ്ങൾ തരാം. വില്ലൻ പറയും, ഞാനിതൊക്കെ ചെയ്തത് ഫയർ കൺട്രിക്ക് വേണ്ടിയാണ്. ആ ബോഡി പോലും ഞങ്ങൾ കളക്ട് ചെയ്തത് ഫയർ കൺട്രിക്ക് വേണ്ടിയാണ്. അത് കേട്ട് ഇപ്പൊ സോറ ഷോക്കാവും. എന്ത്, ഫയർ കൺട്രിക്ക് വേണ്ടിയോ? നീ ആരാണ്? ആ ബോഡി വെച്ച് നീ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും നീ ജനിച്ചപ്പോ തന്നെ നിന്റെ വളർച്ച ഞാൻ കണ്ടതാണ്. നിന്റെ അച്ഛനെയും എനിക്കറിയാന്ന് പറയുമ്പോ ഇപ്പൊ അവനാവട്ടെ വണ്ടറടിച്ച് വില്ലനെ നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ആ ഒരു വില്ലത്തി ഇപ്പൊ കുട്ടപ്പന്റെ കൈ പിടിച്ച് ഒരു മാരക കിസ് ഇപ്പൊ കുട്ടപ്പന് കൊടുക്കും. അവള് പതിയെ ആ കിസ്സിലൂടെ കുട്ടപ്പന്റെ പവർ എല്ലാം തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്യും. അപ്പൊ കറക്റ്റ് ടൈമില് സാക്കുറയും സായും ഇപ്പൊ അവിടേക്ക് വരും. വില്ലത്തി കുട്ടപ്പനെ കിസ് ചെയ്യുന്ന കാണുമ്പോ ഇവിടെ സാക്കുറയ്ക്ക് കലി കയറി, നിർത്തിനടാ കുട്ടപ്പ, സ്റ്റോപ്പ് ദ ഫക്ക്. ഈ ഒരു സമയത്ത് തന്നെ നിനക്ക് കിസ് ചെയ്യണമല്ലേ? അതിന് സായി പറയും, അവൻ ആക്ച്വലി അവള് കിസ് ചെയ്യല്ല, അവള് കുട്ടപ്പനെ എന്തോ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ സോറ അവൻ ആ വില്ലനോട് ചോദിക്കും, സത്യം പറ, നിനക്കെന്റെ അച്ഛനെ അറിയോ? വില്ലൻ ഒന്നും മിണ്ടില്ല. അവന്റെ മൈൻഡിലേക്ക് ഇപ്പൊ എന്തൊക്കെയോ വരാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സോറയുടെ ബ്രെയിനിലും എന്തൊക്കെയോ ചില ഇല്യൂഷൻസ് കടന്നു വരാൻ തുടങ്ങും. ആ ഒരു ഇല്യൂഷനില് അവന് മനസ്സിലാവും കുട്ടപ്പൻ വലിയ അപകടത്തിലാണ്. അവൻ കുട്ടപ്പനെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ സ്പീഡിൽ ഓടാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇവിടെ സാക്കുറ ആവട്ടെ കുട്ടപ്പനെ രക്ഷിക്കാനായിട്ട് അവളുടെ കൈ ചുരുട്ടി ഇപ്പൊ അവൾക്ക് നേരെ ചാടി വീഴും. പക്ഷെ വില്ലത്തി അവള് സിമ്പിളായിട്ട് സാക്കുറെ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അപ്പൊ കറക്റ്റ് ടൈമില് യാമുട്ടോ സെൻസായി ചാടി വീണ് ഇപ്പൊ സാക്കുറെ ക്യാച്ച് ചെയ്യും. യാമുട്ടോ സെൻസായി ഒട്ടനെ ഇപ്പൊ വുഡ് ചിപ്സ് പുറത്തെടുക്കുമ്പോ മറ്റൊരു വില്ലൻ വന്ന് യാമുട്ടോ സെൻസായി തടയും. ഇപ്പൊ ആ 3 വില്ലന്മാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവളാവട്ടെ ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ എനർജി എല്ലാം അബ്സോർബ് ചെയ്ത് പിന്നീട് ആ 9 ടൈൽ ഫോക്സിന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ആ ഒരു പവർ അവളെ കൊണ്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അവളുടെ നാവ് കത്തിക്കരിഞ്ഞ് അവൾ തെറിച്ചു പോവും. അത് കണ്ട് കുട്ടപ്പൻ ചിരിക്കും, നിന്നെ കൊണ്ട് ഒരിക്കലും എന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതേ സ്പോട്ടില് ഇപ്പൊ പാറകളൊക്കെ തകർത്ത് സോറ അവിടേക്ക് ചാടി വീഴും. സോറ പറയും, നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല, പക്ഷെ നിന്റെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ ഞാൻ വന്നിരിക്കുകയാണ്. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ പരസ്പരം പൊരിഞ്ഞാട്ടി. അതുകൊണ്ട് യാമുട്ടോ സെൻസായി ഇപ്പൊ വിളിച്ചു പറയും, ഓടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ആ വില്ലന്മാര് വെറുതെ വിടില്ല. ഇവിടെ കുട്ടപ്പനും സോറയും അവര് രണ്ടുപേരും അനങ്ങില്ല. അവര് വില്ലന്മാരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുമ്പോ വലിയ എന്തോ ശബ്ദത്തില് ഇപ്പൊ ഒരുപാട് പേര് അകത്തേക്ക് വരും. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ഒട്ട മാസ്റ്ററേയും ടീമിനെയും കാണാം. മാസ്റ്റർ പറയും, സോറി, ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ട് നിന്ന് ആ ഒരു വില്ലന്മാരുടെ നേതാവ് ആളൊരു തൊപ്പിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് അവിടേക്ക് വരും. അപ്പൊ സെക്കൻഡുകൾക്കുള്ളില് അവരെല്ലാവരും അവിടുന്ന് അപ്രത്യക്ഷമായി മാറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ ടെമ്പിളില് നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടിച്ചേർന്നിരിക്കുകയാണ്. യാമുട്ടോ സെൻസായി പറയും, ഞാൻ എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ കണ്ട് ഇതിനുള്ള ഓർഡർ വാങ്ങിയിട്ട് വരാം. തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ അത് ഞങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. സോറയെയും ഞങ്ങൾ ഞങ്ങളുടെ ടീമിൽ കൂട്ടുകയാണ്. സായി റിക്കവർ ആകുന്നത് വരെയെങ്കിലും സോറയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കേട്ട് സോറോ ഞാൻ എന്ത് തീരുമാനം പറയണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം.